കൂട്ടുകാരെയും വീട്ടുകാരെയും സുഹൃത്തുക്കളെയും ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. വെൽക്കം. ഞാൻ വീണ്ടും പറയുന്നു, കണ്ട കുറേ പേരുണ്ടാവും ഇവിടെ ആ നക്ഷത്രത്തെ വീണ്ടും കാണാൻ എത്തിച്ചേർന്നവര്. ആ കഥ കേട്ട് എത്തിച്ചേർന്നു വേറെ കുറെ പേരുണ്ടാവും. പക്ഷേ അതൊന്നുമല്ല കഥ, ഇന്ന് വേറെയാണ്, അതുക്കും മീതെയാണ്. എല്ലാവരെയും പ്രിയപ്പെട്ട ശ്രീ കല്ലട ഒപ്പമുണ്ട് അച്ഛൻ്റെ നിഴലായി കൂടിയുള്ള നാരായണി ഗുഹൻ. പ്ലീസ് നാരായണി, പ്ലീസ് സ്റ്റേജിന്റെ ഒരു വ്യക്തി ഇല്ലാതെ കംപ്ലീറ്റ് ആവില്ല. ഞങ്ങളെല്ലാവരുടെയും ഇപ്പൊ സ്നേഹത്തോടെ കൈക്കൊള്ളുന്ന ശ്രീരാമേട്ട, താങ്ക് യു. പ്രിയപ്പെട്ട ഷാമേട്ട, പ്ലീസ് ബി ഓൺ സ്റ്റേജ്. ദ ക്രിയേറ്റർ മാസ്റ്റർ മൈൻഡ് ബിഹൈൻഡ് ദിസ് ഷോ. വെള്ളി നക്ഷത്രമേ നിന്നെ നോക്കി. അദ്ദേഹം ഒറ്റയ്ക്കായ ശരിയാവില്ല. ഇതൊരു ഭ്രാന്തമായ സ്വപ്നമാണ്. ഈ സ്വപ്നത്തിന് പറയുന്ന കാര്യങ്ങളൊക്കെ അതേപോലെ ഏറ്റെടുത്ത് ചെയ്യണമെങ്കിൽ ഈ സ്വപ്നം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് കൂടെ. അവിടെ ഇത് ഇങ്ങോട്ട് ഇവിടെ വെച്ചുകൂടെ കഴിയുമ്പോൾ അതല്ല ഷാബു, പക്ഷെ ഞാൻ വെച്ചു തരാം എന്ന് പറയാൻ പറ്റുന്ന ഒരു ചങ്കുണ്ട്. എവിടെ വെള്ളി നക്ഷത്രമേ നിന്നെ നോക്കി. ഇവര് മാത്രം കൂടിയാ പോലെ. ആദരപൂർവ്വം ഇതിലേക്ക് സ്വാഗതം മിസ്റ്റർ ബ്രിട്ടോ. ഇനി വിളിക്കാറുള്ളത് കൂടെ കൂടുന്ന ആൾക്കാരാണ്. അതായത് ഏറ്റവും കൂടുതൽ മണിക്കൂറുകൾ ദിവസത്തിൽ കൂടെ നിൽക്കുന്ന മിസ്റ്റർ ജോൺ. പ്ലീസ് പ്ലീസ് പ്ലീസ്. അതിന്റെ ചരിത്രത്തെ ഒഴിവാക്കുന്ന ഒരു പരിപാടി, അതും പുതിയ തലമുറയ്ക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങേറ്റം സന്തോഷകരമാണ്. ഇങ്ങനെ ഒരു ആശയം രൂപപ്പെട്ടതിലുള്ള സന്തോഷവും ആശയത്തിന്റെ പിന്നിലുള്ള എല്ലാ വ്യക്തിത്വങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇത്തരം പരിപാടികൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ഇതിന്റെ സ്പോൺസർ തുടങ്ങി പിന്നിലുള്ള എല്ലാവർക്കും എൻ്റെ പേരിൽ, എൻ്റെ കുടുംബത്തിൻ്റെ പേരിൽ, നാരായണയുടെ ഞാൻ നന്ദി പറയുന്നു. ഈ നാടകങ്ങൾ എന്തായിരുന്നു എന്ന പുതിയ തലമുറയ്ക്ക് കൂടി മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ശ്രീ സാബു ഗംഭീരമായിട്ട് ഈ ഒരു രണ്ട് മണിക്കൂറിനകത്ത് ചുരുക്കി നിങ്ങളിലേക്ക് പകർന്നു തരുന്നത്. തീർച്ചയായിട്ടും എന്തായിരുന്നു നാടകങ്ങൾ, ഈ നാടകങ്ങൾ എങ്ങനെയാണ് നമ്മുടെ കൾച്ചറിനെ ഉയർത്തിക്കൊണ്ട് വന്നതെന്നുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഉൾപ്പെടുത്തി അതിഗംഭീരമായിട്ടാണ് ഈ ഷോ തയ്യാറാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പങ്കെടുക്കാൻ കഴിയും. അന്നും ഞാൻ പറഞ്ഞിരുന്നു, ഒരുപക്ഷെ എൻ്റെ ഈ സംഗീത ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ഷോയ്ക്ക് വേണ്ടി പാടാനായിട്ട് വേദിയിലെത്തുന്നത്. തീർച്ചയായിട്ടും വലിയൊരു അനുഭവമാണ്. നിങ്ങൾക്കും അങ്ങനെ തന്നെയായിരിക്കും വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം, നിങ്ങളുടെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് വേണം. പരിപാടിയുടെ വിജയത്തിനായി എല്ലാവരും പ്രാർത്ഥിക്കണമെന്നാണ് എൻ്റെ what we are and give us that old time feeling again. And to be very frank, arts and culture goes beyond performances. These are the stories that's carried for generations. So what you're doing, Sabu, is excellent, and hopefully you can reunite us with respect to what we are and what our spirit entails. Thank you again. Thank you so much. So for me, well, I'll start with a bit of a backstory. I'm originally from Kerala, but I was born and raised over here. So for me personally, I have been quite a bit disconnected with some of the finer arts of Kerala and what it is to be a Malayali as well. So I've always been looking for opportunities where I can sort of connect with my roots and be a little more grounded in what's happening. I think this is a fantastic opportunity, and thank you very much, Shabu, for having us over here. Because it gives me the chance to experience this on this wonderful platform. So thank you so much. പരിപാടിയിലേക്ക് വരാനായിട്ട് സാധിച്ചില്ല. അതിൻ്റെതായ ഒരു പിണക്കം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഷാഫിന്റെ മുഖത്തുണ്ടായിരുന്നു. അതിനകത്തൂടെ മാറും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ. അതിനേക്കാളെല്ലാം എക്സൈറ്റ്മെന്റ് ഉള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തയ്യാറാക്കിയിരിക്കുന്ന ഒരു വേദി കുറെ നാളുകൾക്ക് ശേഷമാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. ഞങ്ങൾ വന്നപ്പോൾ സ്റ്റേജിൽ ഇങ്ങനെ നിരത്ത് പോകാൻ നാടകം അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ നിലത്ത് ഇങ്ങനെ മാർക്ക് ചെയ്ത്, അപ്പോൾ അതൊക്കെ ആ മാർക്കിംഗ് ഒക്കെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര നൊസ്റ്റാൾജിയാണ്.
അപ്പം എന്നെ പോലെ തന്നെ നിങ്ങൾ വളരെ എക്സൈറ്റഡ് ആണെന്ന് അറിയാം ഇങ്ങനെ ഒരു പരിപാടി കാണാനായിട്ട്. സമയക്കുറവ് ഉള്ളത് കൊണ്ട് അത് അധികം വാക്കുകൾ പറയുന്നില്ല, അധികം പറയാനൊന്നുമില്ല. ഞാനും കാണാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളെപ്പോലെ താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഷാബു ആൻഡ് ടീം. താങ്ക് യു. നൂതനമായ ദൃശ്യാവിഷ്കാരം ഇതിന് മുമ്പുള്ള ആൾക്കാരും കാണാനിടയായി. അന്ന് ഞാൻ അവരോട് പറഞ്ഞിരുന്നത് ഇതുപോലെയുള്ള അറ്റംപ്റ്റ്സ് വീണ്ടും വീണ്ടും ചെയ്യണം. കാരണം അത് വളരെ ഒരു പുതിയൊരു അനുഭൂതിയാണ് ഈ യുഎയിലുള്ള കലാസ്വാദനം നൽകിയത്. അതിൻ്റെ ഒരു ഭാഗമാകാൻ ഞങ്ങളുടെ കമ്പനിക്കും സാധിച്ചത്, അതിനൊരു അവസരം നൽകിയത് അതിൻ്റെ സംഘാടകരോടും പ്രത്യേകിച്ച് സാധനങ്ങളോടും വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. ഇത്തരം പുതിയ പുതിയ ആവിഷ്കാരങ്ങൾ, ആശയങ്ങൾ അതിന് സപ്പോർട്ട് നൽകാൻ തീർച്ചയായിട്ടും നമ്മൾ എപ്പോഴും ഉണ്ടാവുന്നു. അതിനോട് കണ്ടു നമ്മുടെ നാടിൻ്റെ സംസ്കാരങ്ങളിലേക്ക് അവിടെ പിടിച്ചു കൊണ്ടുപോകാൻ പറ്റും. നിങ്ങളെടുത്ത എഫേർട്ടിന് പാർട്ടാവാൻ പറ്റി വെതർ ട്രാവൽസിൻ്റെ എൻ്റെ പേര് എല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് കാണിക്കുമ്പോൾ ഭയങ്കര ടെൻഷനിലാണ്. ഒരു 15 മിനിറ്റ് വൈകി കൃത്യം 7 മണിക്ക് തുടങ്ങണമെന്ന് ആഗ്രഹിച്ചതാണ്. പക്ഷെ ഒരു 15 മിനിറ്റ് വൈകി 7:15 ഞങ്ങളുടെ ഈ സെഷൻ അവസാനിപ്പിച്ച് നമുക്ക് വെള്ളി നക്ഷത്രത്തിലേക്ക് കടക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ 15 മിനിറ്റ് വൈകിയതിൽ ക്ഷമ ചോദിക്കുന്നു. നിസാർ ഒക്കെ പറഞ്ഞതുപോലെ ഒന്നും പറയാനില്ല, വന്നതിന് കാണുന്നതിന് നന്ദി, സ്നേഹം, ബാക്കി ആശംസിക്കുക. വെള്ളി നക്ഷത്രമേ നിന്നെ നോക്കി എന്ന ഈ കലാപ്രകടനവും നിങ്ങൾക്ക് പ്രിയതരമാകും എന്ന വിശ്വാസത്തിൽ അണിയിച്ചൊരുക്കിയതാണ്. ജനപ്രിയ നാടകം എന്ന കലയിൽ ഊന്നിയുള്ള ഈ അതുല്യ കലാവിരുന്ന് വാസ്തവത്തിൽ കടലിനെ അറിയും പോലെയാണ്. ഒഴുക്കിനെ, മത്സ്യത്തെ, ഉൾപവിഴങ്ങളെ ആഴത്തിൽ ചെന്ന് തൊട്ടുകൊണ്ടേയിരിക്കലാണ്. സർഗാത്മകമായ ചലനമാണത്. അതിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഹാർദമായി ക്ഷണിക്കുന്നു. വെള്ളി നക്ഷത്രമേ നിന്നെ നോക്കി.